കുഴിക്കള്ളം വെള്ളാപ്പള്ളി. എല്ലായിടത്തും കള്ളന്മാരാണ്. ഏറ്റവും വലിയ കള്ളനാ പറയുന്നത്. ഏറ്റവും വലിയ കള്ളൻ വെള്ളാപ്പള്ളി കള്ളൻ പറയുക. ഇതുപോലൊരു കള്ളനെ കാണാൻ പറ്റും. ഇതുപോലെ കള്ളൻ എങ്ങാണ്ട് അവരെ പള്ളി കാണാൻ അച്ഛനൊരു കൊലക്കഴിഞ്ഞ തോന്നും. അവളെ എടുക്കുക 2-3 കമ്പളെ ഇവന്റെ വീട്ടിലെ മിക്കതിനെയും കാണാം ഇതുപോലെ തന്നെ. അടിച്ച് വീരാഴ്ച ചോറ് തിന്നിച്ചിട്ട് ഒരു മീൻ കൂട്ടിയപ്പോഴത്തേക്ക് അങ്ങ് അടിക്കാൻ തുടങ്ങി വീർപ്പിക്കാൻ. കൊല്ലച്ച ഒരു മീനും 10 മീൻ കൂട്ടിയാലും അതിനകത്ത് ഇരിക്കുക. ഒഴിച്ചെണ്ണ അതുപോലെ അതിനകത്ത് ഇരിപ്പുണ്ട്. മീൻ വറുത്തെന്ന് പറഞ്ഞിട്ടൊന്നും എണ്ണയാവത്തില്ല. വേണ്ട കിടക്കുന്ന എണ്ണ ഞാൻ എടുത്തെണ്ണ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഒരവമാനിങ്ങനെ ഇരിക്കുക. എണ്ണ കൂട്ടുന്നോ മറ്റേത് കൂട്ടുന്നോ. ഇവിടെ 1 കിലോ എണ്ണ ഇത്രയും ദിവസമായി ആയില്ല. 1 കിലോ എണ്ണ അല്ല നമ്മളങ്ങ് കൂട്ടിയൊന്ന് തിന്ന് മതി. ചാവാൻ അതിന്റെ ഉദ്ദേശങ്ങളാ അമ്മയ്ക്ക് അറിയത്തില്ല. ഇവിടൊക്കെ നോക്കിയിരിക്കുക എന്തോ തിന്നുന്നത്. അമ്മാരൊന്നും ആരും എന്തോ ഒരു മീൻ വറുത്തത് കൂട്ടുമ്പോഴത്തേന് എല്ലാവരും വണ്ണിക്കുവോ? പിന്നെ കോടതിയിലൊക്കെ ഓരോ ആളുകൾ വന്ന് എന്തുവാ ബിരിയാണി അത് ഇതെല്ലാം തിന്നു കാണണം. ചിക്കൻ ഇല്ലയോമേ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നവർ ചിക്കൻ തിന്നും. എന്തിനാന്ന് വെച്ചാൽ പ്രോട്ടീനാ ചിക്കൻ, അല്ലാതെ വേറെ ഒന്നും അല്ല. പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഇത് കൂടാൻ, അല്ലാതെ വണ്ണം കൂടുമല്ല. വണ്ണം വേറെയും ഇതുവാ. ഉമ്മാർക്കെല്ലാം അറിയാവോ എണ്ണ കൂട്ടുമ്പോഴത്തേനും വണ്ണിക്കും എന്തെല്ലാം. നമ്മളങ്ങനൊന്നും തിന്നുന്നില്ലല്ലോ. നമ്മളിവിടെ അങ്ങനെ തിന്നുന്നില്ലല്ലോ. ഞാൻ ചോറും അതുപോലെ എന്തുവാ എത്ര ചോറ് തിന്നും ഞാൻ. ഇച്ചിരിയും ചോറ് തിന്നും. അമ്മ തിന്നുന്നതിന്റെ പകുതിയുടെ പകുതിയെ തിന്നത്തുള്ളല്ലോ. ഇതിനെന്ത് ഇത്ര വലിയ വണ്ണം വരാനും. അല്ല ഞാനും പണ്ടേ ഇത്ര തിന്നത്തുള്ളൂ. പിന്നെ എന്തിനാ ഒത്തിരി തിന്നണ്ടായിരുന്നു നമുക്ക്. പണ്ട് തിന്നാ പോലെ. പണ്ട് തൊട്ടേ ഇത്രയും ചോറേ തിന്നത്തുള്ളൂ. അത്രയും തിന്നത്തുള്ളൂ. അടിക്കൊക്കെ വീർപ്പിച്ചു വിടുമല്ല. അങ്ങോട്ട് മീൻ വറുത്തത് അങ്ങോട്ട് ഒരു മീൻ വറുത്തത് കൂട്ടിയപ്പോഴത്തേന് 5 ഇരട്ടി വണ്ണം വന്നു. എന്താ ഒരു പ്രപ്പോർഷൻ. അങ്ങനെയൊക്കെ അപ്പൊ ഇവന്മാരൊന്നും ഇറച്ചിയല്ല ഇവനൊക്കെ കൂട്ടുന്നൊന്നും ഒരു കുഴപ്പവും വരുന്നില്ലല്ലോ. ഞാൻ മാത്രം കൂട്ടിയാലേ ഉള്ളൂ ഇങ്ങനെ വീർക്കുന്നത്. ഇവിടെ മനുഷ്യർക്കൊന്നും തിന്നാൻ പറ്റത്തില്ലല്ലോ. അങ്ങ് വീർപ്പിക്കുന്നു. എല്ലാം കൊടുക്കാൻ കോടതിയിലോട്ട്. ഒരു മീൻ വറുത്ത എനിക്കൊന്നും അറിയണം. ഞങ്ങൾ കോടതിയിലാണ് കൊടുക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നില്ല കേസ്. പോലീസ് സ്റ്റേഷനിൽ എഴുതി ഒരു പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. കോടതിയിൽ നിന്നൊരു പോസ്റ്റ് ഉണ്ട്. അത്രേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നില്ല. അവന്മാരും ഉന്തവും പുല്ലും ചെയ്യത്തില്ല. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നതാണ് കാര്യമൊന്നും ഞങ്ങൾക്കില്ല. പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ പറയാം. കേട്ടോടാ തെമ്മാടി. നീ വേണേത് നീ പോലീസ് സ്റ്റേഷനില് സുബ്രഹ്മണ്യം. ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലൊന്നും പോകുന്നില്ല. ഞങ്ങള് പോലീസ് ഇതെല്ലാം എഴുതി ഒരു കോപ്പി അവരങ്ങോട്ട് അയക്കും. പോലീസ് സ്റ്റേഷനിലൊന്നും പോകണ്ട. അഞ്ചസാരം അയക്കത്തേ ഉള്ളു. അല്ലാതെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും ഒന്നും
പോലീസ് സ്റ്റേഷനിലൊന്നും പോകുന്നില്ല ഞങ്ങൾ. പോലീസ് സ്റ്റേഷനിലൊന്നും പോകേണ്ട യാതൊരു കാര്യവും ഇല്ല ഇവിടെ. പോലീസ് സ്റ്റേഷനിലൊന്നും കയറി കിടക്കാൻ നടക്കുന്ന കാര്യമൊന്നും ഇല്ല. 500 രൂപ മുടക്കാണ്, വേറെ പണിയില്ല. 500 രൂപ മുടക്കാനില്ല. എനിക്ക് വേറെ പണിയുണ്ട് 500 രൂപ മുടക്കിയത്. എനിക്ക് പോലീസ് സ്റ്റേഷനിലൊന്നും പോകണ്ട. പോലീസ് സ്റ്റേഷൻ പോലീസ് വെരിഫിക്കേഷൻ ആണ്. എന്താണ് പോലീസ് വെരിഫിക്കേഷൻ? കള്ളത്തരം കാണിക്കാൻ എല്ലാ കള്ളത്തരങ്ങളും ശരിയാണ്. പറഞ്ഞപ്പോ ഇങ്ങനെ ഗ്യാസ് വിടുന്നു. ഗ്യാസ് ഇങ്ങനെ അടിച്ചങ്ങ് വീർപ്പിക്കല്ലയോ. ഒരു തുണ്ട് അയിലങ്ങ് തിന്നുമ്പോഴത്തേക്ക് ഇത്ര അങ്ങ് വീർക്കുവോ? കൊല്ലത്ത് അങ്ങോട്ട് തിന്നുമ്പോഴത്തേക്കങ്ങ് വീർക്കുവോ? അല്ല, പുതിയ ടെക്നോളജി ആണോ? എന്റെ ടെക്നോളജി പുതിയ ടെക്നോളജിയാ. പുതിയ ടെക്നോളജി. തിന്നുമ്പോഴേ വീർക്കും. എന്തോ ടെക്നോളജിയാണോ അത്? നമ്മള് തിന്നുന്നത് നോക്കിയിരിക്കാൻ ഇവനൊക്കെ ആരാ? അതിനനുസരിച്ച് ചെയ്യാന് ഇതൊന്നും നമുക്കെന്തോ വണ്ണം കൂടുതലാണ്, നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരും, ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ വരുത്തി നമ്മുടെ ആശുപത്രിയിലൊക്കെ ആക്കി ഓരോന്നിലൊക്കെയാ. മനസ്സിലായോ? ഇതിന്റെയൊക്കെ വേദകള് ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെ ഇവന്മാർ ഇതടിക്കുമോ? ജോലി പുകയടി അടിച്ചാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഹാർട്ട് അറ്റാക്കും ഹാർട്ട് അറ്റാക്കും ഒന്നും ഇല്ല. ഇങ്ങനെ ഇതെല്ലാം കള്ളത്തരവാ. ചൈനക്കാര് കോവിഡ് ഉണ്ടാക്കിയെന്ന് പറയുന്ന എല്ലാം കള്ളത്തരം, എല്ലാം കള്ള വരുമാണ്. എല്ലാം ഒന്നുമില്ല. അമ്മ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്ന പ്രഷർ വാട്സപ്പ് ഇങ്ങനെ മേലോട്ടാക്കുമ്പോൾ പ്രഷർ കൂടും, വാട്സപ്പ് ഇങ്ങനെ താഴോട്ടാക്കും പ്രഷർ കുറയും. ഞാൻ പറഞ്ഞത് മലബാർ ഇതല്ല. വാട്സപ്പും ഫേസ്ബുക്കും ഇങ്ങനെ മേലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രഷർ കൂടും. വാട്സപ്പും ഫേസ്ബുക്കും ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കുറയും പ്രഷർ. ഇതൊക്കെ എന്താണെന്ന് അറിയത്തില്ല. എങ്ങനെയൊക്കെയായി ചെയ്ത് വെക്കുന്നതിനുള്ളത്. ഇങ്ങനെയൊക്കെയാണ് ഇവന്മാർ ചെയ്യുന്നത്. വാട്സപ്പ് മേലോട്ടാക്കുന്നുണ്ടെ പ്രഷർ കൂടും. ഇങ്ങനെ നെഞ്ചിങ്ങനെ ഇവിടെ പ്രഷറും കുറിച്ചും അങ്ങനത്തെ രോഗങ്ങളൊന്നും ഇല്ല സത്യത്തില്. എല്ലാം കള്ള തെമ്മാടികളാ. പിന്നെ ഈ കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നത് ഏതാണ്ടല്ലേ ഇങ്ങനെ തരുന്നതാ. ഉള്ള പാലിനകത്തും ഉള്ള സാമാന്യത്തിനകത്തും എല്ലാം കലക്കിയടിച്ച് വിടുക. കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം മായമായിട്ട് നടക്കുക. കൊളസ്ട്രോൾ കുറെ മാഫിയ ഉണ്ട്. മാഫിയ ഇലൂമിനാറ്റിയുടെ ഭാഗങ്ങളാണ് ഇവന്മാരല്ലേ. ഇലൂമിനാറ്റിയുടെ ഭാഗമാണ്. ഇത് വലിയൊരു കൊള്ളസംഘമുണ്ട് ഇലൂമിനാറ്റി എന്ന് പറഞ്ഞിട്ട്. ഇലൂമിനാറ്റിയുടെ ഭാഗമാണ് ഇവന്മാരെല്ലാം. ആളുകൾക്കൊക്കെ അറിയാറാ നിന്നെയൊക്കെ കുറിച്ചിപ്പം. അതാ പണ്ട് എന്തുവാ കോവിഡ് വന്നപ്പോ യുകെയിലുള്ളവര് എന്തുവാ ടവറെല്ലാം അടിച്ചു പൊട്ടിച്ചത്. നിന്റെയൊക്കെ കള്ളത്തരങ്ങൾ അറിയാവുന്നതുകൊണ്ട് അവർ ടവർ അടിച്ചു പൊട്ടിച്ചത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്